സ്ഥലമൊന്നും ഞാൻ നോക്കില്ല. ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് KR മാർക്കറ്റിൽ ഫ്ലവറിൻ്റെ ആ സൈഡ് പോകാൻ വേണ്ടിയിട്ട്, ഫ്ലവർ മാർക്കറ്റ് കാണാൻ വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലവർ മാർക്കറ്റ് ഇതുവരെയായിട്ട് ഞാൻ അവിടെ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. നല്ല രസമാണ് എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. ഞാൻ അവിടെ തിരിഞ്ഞ് നിങ്ങളെ വീഡിയോ കാണിച്ചത്. ഞാൻ ഇപ്പോൾ റോട്ടിലാണ്. സമയം 6 മണി ആവണു. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കിയിട്ട് വരാം ഗൈസ്. ഇവിടെ നിന്ന് എനിക്ക് അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട് കേട്ടോ. ചക്ക നല്ല തിരക്കുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാൻ നമ്മൾ എവിടെയാണെന്ന് നമ്മളെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്. കുറേ വണ്ടികളൊക്കെ ഉണ്ട്, പക്ഷേ KL വണ്ടികളില്ലാത്തതുകൊണ്ട് നമുക്ക് ഇട്ടിട്ട് പോകാനൊരു ടെൻഷൻ. കാരണം അത് വണ്ടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞിട്ട് കാര്യമല്ലോ, ഭയങ്കര തിരക്കാണ്ടോ. ഇനിയിപ്പോൾ സൺഡേ അതിനെ കൊണ്ടാണോ എന്താണെന്നറിയില്ല. റെഡും വൈറ്റും പൂ മേടിക്കാം. അങ്ങനെ ഡ്രസ്സ് അതേ കളർ. ആ വയലറ്റ് മേടിച്ചോളോ. അതാ എൻ്റെ ബാക്കിൽ വെക്കണം. എത്രയുടെ ഗൈസ്? അങ്ങനെ ഫ്ലവറൊക്കെ മേടിച്ചിട്ട് ആ തിരക്ക് കൂടി ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര റഷായിരുന്നു.
അപ്പോൾ സൺഡേ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ഞാനത് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നേരെ ഞങ്ങൾ കബോൺ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. എടാ ഇവിടെയൊക്കെ വെജിറ്റബിൾസാ. ഫ്ലവർ ഏരിയ കഴിഞ്ഞു തോന്നണേ. എടാ ഇവിടെ ഉണ്ടായിരുന്നേടാ. ഫോട്ടോ എടുക്കാനുള്ള സ്ഥലം തേടി കബോൺ പാർക്ക് എത്തി. കാരണം KR മാർക്കറ്റിന് അവിടെ ഒരു 3 കിലോമീറ്റർ കബോൺ പാർക്കിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കിനി കബോൺ പാർക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ രാവിലെ മോർണിംഗ് വാക്കിനൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ പിക്ക് എടുക്കാനാണ് വന്നത്. എന്താ കണ്ടോ, അവിടെ പുഷ്പിക്കുന്നുണ്ട് കുറേ നല്ല പുഷ്പങ്ങളുണ്ട്. നമ്മൾ അവിടെ നിന്ന് എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. പിന്നെ നമ്മൾ നേരെ പോകും ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ അടുത്തായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ, അവൻ്റെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇവിടെ നടക്കാൻ വന്നിരുന്നു എന്നാണ് പറയണത്. എനിക്കെന്തായാലും കബോൺ പാർക്ക് പണ്ട് ഇഷ്ടമാണ്. പക്ഷേ ഈ കബോൺ പാർക്കിൽ അപ്പോൾ ബൈ ഗൈസ്, നമുക്ക് ഈ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കാണാം കേട്ടോ. ഞാൻ ക്യാമറ എവിടെയെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. സൂപ്പറായിട്ടുള്ളൊരു സ്ഥലമാണത്. ആ മഴ പെയ്തപ്പോൾ എൻ്റെ മുടി സൈഡിൽ ഇതൊക്കെ പോയടാ. ഇത്രയും പൂവ് നമ്മൾ KR മാർക്കറ്റിൽ നിന്ന് മേടിച്ചു. ഇത് 2 ബണ്ടിലുണ്ട്. അതായത് ഒരു ബണ്ടിൽ നമ്മൾ എത്ര കൊടുത്തത്, 50 കൊടുത്തു. വൈറ്റിനോട് എല്ലാം കൂടി ഉണ്ടായിരുന്നു, അതിന് നമ്മൾ 40 കൊടുത്തു. പിന്നെ നമ്മൾ അങ്ങനെയല്ലല്ലോ ഉണ്ടായത്, സോറി ഗൈസ്. മൊത്തത്തിൽ നമ്മൾ 140ക്കാണ് മേടിച്ചത്. എടാ ആ പട്ടീൻ്റെ ഓണർ ആ പെണ്ണാണോ? നമ്മൾ മൊത്തത്തിൽ 140ക്കാണ് മേടിച്ചത്. അപ്പോൾ ഞാൻ മേടിച്ചൊരു പൂവും കൂടി കാണിച്ചു തരാം ഗൈസ്. ഇതിനകത്ത് വൈറ്റും യെല്ലോയും കൂടി നമ്മൾ 50ക്കാണ് മേടിച്ചതെന്ന് തോന്നുന്നു. പിന്നെ റെഡ് മാത്രം നമ്മൾ 40ക്ക് മേടിച്ചു. അപ്പോൾ 90 ആയില്ലേ. പിന്നെ 50ക്കാണ് ഞാനൊരു മുല്ലപ്പൂവും കൂടി മേടിച്ചു, കവർ കിട്ടാൻ വേണ്ടിയിട്ട്. അവരാരും കവർ തരില്ല. അപ്പോൾ മുല്ലപ്പൂ വിൽക്കണ ചേച്ചിയുടെ നമ്മളൊരു കവർ കണ്ടു. അപ്പോൾ നമ്മൾ ആ ചേച്ചിയുടെ കവർ കിട്ടാൻ വേണ്ടിയിട്ടൊരു മുല്ലപ്പൂ മേടിച്ചു 50 രൂപയ്ക്ക്. അങ്ങനെ മൊത്തം 140 ആയിട്ടാ. പിന്നെ നമ്മൾ മേടിച്ചത് ഈ സാധനമാണ്, ഈ ഒരു പൂവ്. ഇത് ആ ആൻറ്റി ഫ്രീ ആയി കിട്ടിയതാണ് ഈ സാധനം. ഇരിക്കണോ നീക്കണോ? ഇത് അവിടുന്ന് ആൻറ്റി ഫ്രീ ആയി തന്നതാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേ സെയിം സ്പോട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. എനിക്ക് എന്തോ ഫോട്ടോ കുറച്ചൊക്കെ എടുത്തു, അത്ര മതി. ഫ്ലൈസ്. അപ്പോൾ നമുക്കിനി വീട്ടിലേക്ക് പോവാം. ഇതേ പാർക്കിലാണ് നമ്മൾ അവിടെ എന്താണ് അവിടെ ഉണ്ടായത്, മലയാളി അസോസിയേഷനൊക്കെ ഈ പാർക്കിലായിരുന്നു നടന്നത്. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് പാർക്കാണ്. ബേസിക്കലി ഞാൻ പുതിയൊരു ഫോൺ ടെസ്റ്റ് ചെയ്താണ് കേട്ടോ, Vivo X9 Pro. അതാണ് ഫിൽറ്റർ ഒന്ന് മാറിയത്. എന്താ നിന്റെ മുടി കോരകൻ്റെ മുടി പോലെ ഉണ്ടല്ലോ. എവിടെ അത് നിക്കോ? ഒന്ന് ചോദിക്ക.
പിന്നെ ഞങ്ങൾ നേരെ ചർച്ച് സ്ട്രീറ്റിലേക്ക് വിട്ടു ഗൈസ്. കാരണം അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ആ വഴിയായിരുന്നു പോകേണ്ടിയിരുന്നത്. അപ്പം ഞങ്ങൾ ഡയറക്റ്റ് അങ്ങോട്ട് പോയി. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ ഇന്ത്യൻ കോഫി ഹൗസും ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ചർച്ച് സ്ട്രീറ്റിൻ്റെ ഒരു അവസ്ഥ ഇതാണ് കേട്ടോ, ആരും ഇല്ലാത്ത വെറും ഫോട്ടോഷൂട്ടും കാര്യങ്ങളും മാത്രം നടക്കുന്ന അവിടെ. അപ്പോൾ നമ്മൾ അവിടുത്തെ ഇന്ത്യൻ കോഫി ഹൗസിലാണ് പോയത്. ഗൈസ്, ഇന്ത്യൻ കോഫി ഹൗസിലാണുള്ളത് നമ്മളെ ചർച്ച് സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ. ഈ ഇന്ത്യൻ കോഫി ഹൗസിന് വേറൊരു രസമുണ്ട്. ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈം അഡ്മിഷന് വന്നപ്പോൾ ഞാനും അച്ഛനും അമ്മയും എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് വന്നിട്ടാണ് കഴിച്ചത്. അപ്പോൾ ആ ഇന്ത്യൻ കോഫി ഹൗസിൽ സെക്കൻഡ് ടൈം കയറാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ രാവിലെ സമയം ഒരു 9 മണിയാവണേ ഉള്ളൂ കേട്ടോ, 8:45 ആയിട്ടുള്ളൂ. നമുക്ക് ഇന്ത്യൻ കോഫി ഹൗസിൽ പോയിട്ട് നോക്കിയിട്ട് വരാം. നല്ല തിരക്കുണ്ട്, ടേബിളില്ലാന്ന് തോന്നുന്നു. ടേബിളില്ല തോന്നുന്നു, നല്ല തിരക്കുണ്ട്. ആ സാറില്ലേ, വാ. ടേബിളിൽ 2 പേർക്ക് ഇരിക്കാനൊക്കെ ഉണ്ടെന്ന് നമുക്ക് എന്തായാലും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.